ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏതൊരു ഭക്ഷണം തയ്യാറാക്കുമ്പോഴും അതൊന്ന് വ്യത്യസ്തമാക്കാനാണല്ലോ ശ്രമിക്കുക. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞ് അല്ലെങ്കിൽ റവ കാച്ചിയത് എങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്ഥിരമായിട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഇത് തയ്യാറാക്കുക. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആവശ്യമായത് തേങ്ങാപ്പാലാണ്. ഇത് 1.5 മുറി തേങ്ങ ചിരകിയതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത്. തേങ്ങയുടെ 1-ാം പാല് വേറെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് വേറെ ആവശ്യമുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സേമിയാണ്. ഇത് റോസ്റ്റ് ചെയ്തെടുത്ത സേമിയാണ്, ഡ്രൈ റോസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റാണ് പഞ്ചസാര ചേർക്കുന്നത്, നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. റവ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുള്ളൊരു പരുവത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ റവ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിച്ചൊരു കട്ട കെട്ടി നിൽക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് തിളപ്പിക്കുക. ഇനി ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമായത് തേങ്ങയുടെ 1-ാം പാലാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്, അതാണിത്. ഇനി ക്യാരറ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് തന്നെ എടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തരിക്കഞ്ഞിയിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച ക്യാരറ്റിൻ്റെ മിശ്രിതം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട, കാരണം നമ്മൾ ഇതിൽ തേങ്ങയുടെ 1-ാം പാൽ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സ്റ്റൗവിൽ മറ്റൊരു പാൻ വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കാഷ്യൂ, കിസ്മിസ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് റവ കാച്ചിയതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ഇതുവരെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള തരിക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു തരിക്കഞ്ഞിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങൾ ഇതുവരെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലല്ലോ, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി വിഭവമായി വരുന്നതുവരേക്കും ബായ്.